ഒരിടത്തു 2 കർഷകർ ഉണ്ടായിരുന്നു. മൂത്ത സഹോദരന്റെ വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇളയ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. രണ്ടുപേരും പാർട്ണർഷിപ്പ് ആയാണ് കൃഷി ചെയ്തിരുന്നത്. ഒരിക്കൽ വിളവ് പാകമായി വിളവെടുത്തു. എന്നാൽ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ രാത്രിയായതിനാൽ ഗോതമ്പ് ധാന്യങ്ങൾ തുല്യമായി വിഭജിച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജോലി ബാക്കിയായിരുന്നു. വിളവിന് കാവൽ നിൽക്കുകയും വേണം, രണ്ടുപേർക്കും വിശക്കുന്നുമുണ്ട്, എന്തു ചെയ്യുമെന്നായി. അവർ രണ്ടുപേരും ഒരാൾ പോയി കഴിച്ചുവന്ന ശേഷം അടുത്ത ആൾ കഴിക്കാമെന്ന തീരുമാനത്തിലെത്തി. മൂത്ത സഹോദരൻ പറഞ്ഞു, നീ പോയി കഴിച്ചിട്ടു വാ. ഇത് കേട്ട സഹോദരൻ പറഞ്ഞു, വേണ്ട ചേട്ടൻ ആദ്യം പോയിക്കോളൂ, ചേട്ടത്തിയും മക്കളും കാത്തിരിക്കുകയായിരിക്കും. ഇത് കേട്ട് ജ്യേഷ്ഠൻ ആദ്യം വീട്ടിലേക്ക് പോയി. ചേട്ടൻ കഴിക്കാൻ പോയ ശേഷം ഇളയ സഹോദരൻ ചിന്തിച്ചു, എനിക്ക് ഇത്ര ധാന്യം ആവശ്യമില്ലല്ലോ, ജ്യേഷ്ഠന്റെ വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാരും ഉണ്ടല്ലോ, അവർക്കല്ലേ അധികം ധാന്യം വേണ്ടത് എന്ന് ചിന്തിച്ചു തന്റെ അളവ് കുട്ടയിൽ നിന്ന് ഒരു കൂമ്പാരം ധാന്യം ജ്യേഷ്ഠന്റെ അളവ് കുട്ടയിലേക്ക് കലർത്തി. ജ്യേഷ്ഠൻ കഴിച്ചിട്ട് തിരിച്ചെത്തി ഇളയ സഹോദരനെ കഴിക്കാനായി പറഞ്ഞേച്ചു. അനുജൻ പോയ ശേഷം ജ്യേഷ്ഠൻ ചിന്തിച്ചു, തന്റെ അനിയൻ ഒറ്റക്കാണ്, അവനു ഭാര്യയോ മക്കളോ ഒന്നും തുണയായില്ലല്ലോ, അവനാണ് കൂടുതൽ ധാന്യം ആവശ്യം എന്ന് ചിന്തിച്ചു തന്റെ അളവ് കുട്ടയിൽ നിന്ന് നിറയെ ധാന്യം എടുത്തു അനുജന്റെ ധാന്യ കൂമ്പാരത്തിലേക്ക് കലർത്തി. ഇരുവരും അന്ന് രാത്രി കളപ്പുരയിൽ തന്നെ ധാന്യങ്ങൾക്ക് കാവൽ ആയി നിന്നു. അതിരാവിലെ തങ്ങളുടെ ധാന്യങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചു.